ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. ചെറിയ ചെറിയ തരികളായിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നീട് പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ അടിച്ചു വെച്ചിരുന്ന ബീട്രൂട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറു തീയിൽ അടച്ചു വെച്ച് അതൊന്ന് വേകാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ട അരപ്പുകൾ തേങ്ങ, പച്ചമുളക്, ഒരു വെളുത്തുള്ളി, അല്പം ഇഞ്ചി, ഒരു ഉള്ളി, പിന്നെ കുറച്ച് കടുക്, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ അടിച്ച് കണ്ടോ ഇപ്പോൾ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അല്പം ജീരകവും കൂടി ചേർക്കുക. നമ്മുടെ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകമില്ലേ, അതും കൂടി അടിച്ച് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ അരപ്പ് ചേർക്കുന്ന സമയത്ത് അടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ജീരകം കൂടി അടിച്ച് ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇതിൻ്റെ പൊടിയാണുള്ളത്. അപ്പം ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ജീരകത്തിൻ്റെ പൊടി ഇപ്പോൾ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ചെറിയ തീയിലാണ് ചെയ്യുന്നത്. കണ്ടോ ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അധികം പുളിയില്ലാത്ത തൈര്, കട്ടത്തൈരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ ലൂസായി കിട്ടും. അധികം പുളിയില്ലാത്ത തൈര് ഇതിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുടെ പിന്നെന്താണ്, ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കറി പിന്നെ തിളയ്ക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഇപ്പോൾ ആവി വരുന്നത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഒരു പുക വരുന്ന പോലെ കണ്ടോ, ജസ്റ്റ് ഒന്ന് ആവി വരുന്ന പോലെ ഒന്ന് ആയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള താളിച്ചിടുകയാണ്. കടുകും ഉള്ളിയും സവോളയും വറ്റൽമുളകോ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് താളിച്ച് അതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ബീട്രൂട്ട് പച്ചടി സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം തന്നെ നല്ല ഒരു കളറാവും. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് തരുന്നത്. ഇത് മാത്രം മതി. ഇതും പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഊണ് അടിപൊളി. അപ്പോൾ നല്ലൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കൂ. ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പച്ചടിയാണ്. പിന്നെ ഒരു കാര്യം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.